രണ്ടാം തവണയും യുഎസ് പ്രസിഡന്റായി ട്രംപ് അധികാരത്തിൽ കയറിയതു മുതൽ യുഎസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയാണ്. കാരണം നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ട്രംപ് വാഗ്ദാനം ചെയ്തതുപോലെ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റുകയാണ്. ആദ്യ ദിനം തന്നെ 100 ഓർഡറുകളിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ ഘട്ടം ഘട്ടമായി ഓരോ വാഗ്ദാനങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലത് മറ്റ് രാജ്യങ്ങൾക്ക് ഭീഷണിയും ഒപ്പം തന്നെ ചിലത് യുഎസിന് തന്നെ തിരിച്ചടിയാവുകയും ചെയ്യുന്നു. എന്നാൽ ലോകത്തിലെ മിക്ക രാജ്യങ്ങളും വളരെ കാലമായി യുഎസ് ശക്തിയെ ഭയപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തുവരുന്നത്. ട്രംപ് അധികാരത്തിൽ കയറിയതു മുതൽ എല്ലാ യുഎസ് സഖ്യകക്ഷികളും ആശങ്കാകുലരാണെങ്കിലും മറ്റ് രാജ്യങ്ങൾ കടുത്ത ഭീഷണിയിലുമാണ്. കാരണം ട്രംപിന്റെ ആദ്യ നടപടികൾ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് ഉറപ്പു നൽകുകയും ഒപ്പം തന്നെ ശത്രുക്കൾക്ക് മുന്നറിയിപ്പുമാണ് നൽകുന്നത്. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റുമാർ പരമ്പരാഗതമായി രാജ്യത്തിന്റെ സഖ്യകക്ഷികൾക്ക് ഗുണകരമായ പ്രവർത്തനങ്ങളാണ് നൽകിയിരുന്നത്. അതായത് അമേരിക്കൻ ശക്തിയെ വലുതാക്കുകയും അത് കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുകയുമായിരുന്നു. എന്നാൽ ട്രംപ് അവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു എന്നാണ് ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം. യഥാർത്ഥത്തിൽ സഖ്യകക്ഷികൾ എന്നാൽ വ്യാപാരം, സൈനിക മേഖല, അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിലെ നയതന്ത്ര പിന്തുണ എന്നിവയിലെ ആളുകളാണ്. എന്നാൽ ട്രംപിന്റെ വാദമനുസരിച്ച് സഖ്യകക്ഷികളെ പ്രതിരോധിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടത് അമേരിക്കയുടെ സ്വന്തം താല്പര്യങ്ങൾക്കാണ്. കൂടാതെ ഈ നേട്ടങ്ങൾ ചെലവിനേക്കാൾ കൂടുതലാകരുത് എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നതും. എന്നാൽ ട്രംപ് സഖ്യകക്ഷികളെ എതിരാളികളായും ഒരു ഭാരമായാണ് കാണുന്നതെന്നാണ് പലരുടെയും അഭിപ്രായം. കാരണം സ്വയം പ്രതിരോധിക്കാൻ അവർ അമേരിക്കൻ സൈനിക ശക്തിയെ വളരെയധികം ആശ്രയിക്കുന്നു. മറ്റൊന്ന് അമേരിക്കയുമായുള്ള അവരുടെ സാമ്പത്തിക ബന്ധം. ഇതുവഴി അമേരിക്കൻ തൊഴിലാളികളുടെ ചിലവിൽ അവരെ സമ്പന്നരാക്കുമെന്ന് അദ്ദേഹം കരുതുന്നതായും ചിലർ പറഞ്ഞു. പ്രത്യേകിച്ചും യൂറോപ്പിലുള്ള അമേരിക്കയുടെ സഖ്യകക്ഷികൾ പ്രതിരോധത്തിനായി സ്വന്തം പണം കൂടുതൽ ചിലവഴിക്കണമെന്നും അമേരിക്കയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നതായി നേരത്തെ പല അഭിമുഖങ്ങളിലും യൂറോപ്പിലെ ഉന്നതർ വ്യക്തമാക്കിയിരുന്നു. ഇത് സാധ്യമാക്കുന്നതിനായി അമേരിക്കയുടെ ശക്തമായ ബലപ്രയോഗ ഉപകരണങ്ങൾ വിന്യസിക്കാൻ അദ്ദേഹം തന്റെ ആദ്യ ടേമിനേക്കാൾ കൂടുതൽ സന്നദ്ധനാണെന്ന് തോന്നുന്നതായും അവർ പറഞ്ഞിട്ടുണ്ട്. നിലവിലെ താരിഫുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വ്യാപകമായ ഭീഷണികൾ മറ്റ് രാജ്യങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കുകയാണ്. അതുവഴി ഓരോ രാജ്യങ്ങളെയും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം പോകാൻ നിർബന്ധിതരാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. കാനഡ, ഗ്രീൻലാൻഡ്, പനാമക്കലാൻ എന്നിവയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നത് പോലുള്ള ഭയാനകമായ മാർഗങ്ങളിലൂടെ സാമ്പത്തികവും സൈനികവുമായ ശക്തി പ്രയോഗിക്കുമെന്ന അദ്ദേഹത്തിന്റെ ഭീഷണി വൻ പ്രത്യാഘാതങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. കൂടാതെ ഇത് അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് ഇനി അമേരിക്കയെ തന്നെ വിശ്വസിക്കാൻ, ആശ്രയിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉടലെടുക്കുന്നതും. അതേസമയം അമേരിക്കയുടെ പരമ്പരാഗത ശത്രുക്കളെ മാത്രമല്ല കൊള്ളയടിക്കുന്ന വാഷിംഗ്ടണിനെയും അവർക്ക് കൂടുതലായി നേരിടേണ്ടി വന്നേക്കാം. ഈ സംഭവങ്ങൾക്ക് പിന്നാലെ എല്ലാ യുഎസ് സഖ്യകക്ഷികളും ആശങ്കാകുലരാണെങ്കിലും ചിലർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആശ്ചര്യപ്പെടുന്നു. അമേരിക്കയുടെ തന്ത്രപരമായ ചിന്തയിൽ വളരെ കാലമായി ഒരു പ്രത്യേക സ്ഥാനം കൈവശപ്പെടുത്തിയിരുന്ന യൂറോപ്പിലാണ് ഏറ്റവും വലിയ ആഘാതമുണ്ടായത്. കാരണം ട്രംപിന്റെ രണ്ടാമതൊരു അധികാരം ദുഷ്കരമാകുമെന്ന് യൂറോപ്യന്മാർ നേരത്തെ അറിയാമായിരുന്നു. അവർ പലയിടങ്ങളിലും അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രചരണവേളയിൽ 20% വരെ എല്ലാ മേഖലകളിലും തീരുവ ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. എന്നാൽ കാനഡയുടെയും ഗ്രീൻലാൻഡിന്റെയും ഉടമസ്ഥയിലുള്ള ഡെൻമാർക്കിന്റെയും പ്രദേശത്ത് ട്രംപ് ഭീഷണിയാകുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ട്രംപ് വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയതിനു ശേഷം യുഎസിനെ കുറിച്ചുള്ള യൂറോപ്യന്മാരുടെ കാഴ്ചപ്പാടുകൾ പാടെ മാറി. യൂറോപ്യൻ കൗൺസിൽ ഫോർ ഫോറിൻ റിലേഷൻസ് അടുത്തിടെ നടത്തിയ ഒരു സർവേയിൽ നിന്ന് യൂറോപ്പിലെ ഭൂരിഭാഗം ആളുകളും യുഎസിനെ ഒരേ താല്പര്യങ്ങളും മൂല്യങ്ങളും പങ്കിടുന്ന ഒരു സഖ്യകക്ഷിയായി കാണുന്നില്ല, പകരം അവർക്കൊരു ആവശ്യത്തിന് മാത്രമായാണ് കാണുന്നതെന്നാണ് വ്യക്തമാക്കിയത്. കൂടാതെ അന്താരാഷ്ട്ര നിയമത്തിന് അടിവരയിടുന്ന ഒരു രാജ്യമല്ല അമേരിക്ക, മറിച്ച് നിയന്ത്രിക്കപ്പെടേണ്ട മറ്റൊരു ആക്രമണാത്മക മഹാശക്തിയാണ് അമേരിക്ക എന്നാണ് പല രാജ്യങ്ങളും ഒന്നടക്കം അഭിപ്രായപ്പെടുന്നത്.